കുറെ നേരമായി ചേരാൻ തുടങ്ങിയിട്ട്. എന്തിനാണാവോ കാലത്ത് കെട്ടിയെന്നുള്ളത്. എന്തോ റോഡിൽ ഹലോ യെസ് കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ പോയിട്ട് വരാൻ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞു തരൂ. ശിവദാസ് മേനോൻ, TC 8/131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നത്? കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അപ്പേട്ടാ, ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കുട്ടി കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങളെന്താ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്കിടക്കിടക്ക് അങ്ങോട്ട് വരാമല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. പിന്നെ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. കാര്യം വലിയ കാശുകാരൊക്കെ ആവുമ്പോ സുന്ദരി മറക്കല്ലേ. സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ഇങ്ങനെ ആക്ച്വലി ആരെ കാണാൻ എത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്ത്. എന്തോന്ന് അർദ്ധരാത്രി പ്രേതോ? എന്തോന്ന്? വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ചേക്കിടാ. കഴുത്തി പിടിച്ച് ഞെക്കി ഉറങ്ങാൻ നോക്കണം. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ നന്നായിട്ടൊന്ന് ഉറങ്ങി വന്നായിരുന്നു. അത് പറഞ്ഞു. மன்மதலீலையே என்றால் முருக, மன்மதலீலையே என்றால் முருக, மன்மதலீ ദോശ അറിയും, ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റിയ അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കണമെന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വെക്ക്. അല്ല ചട്നിയാ? അല്ല, കിഡ്നി. അല്ല, മറിയാമ്മ ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെയാ? ഞങ്ങൾ ഇപ്പൊ ഇത്തിരി ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. കൈയെടുക്കടാ ചേർത്തി. ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ഇതിങ്ങെടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ, മുസ്തഫ, ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. സമ്മതിച്ചിരിക്കണം. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ. മുസ്തഫ, മുസ്തഫ, നാളെ ഇതേ നേരത്തെ വന്നോട്ടാ. മിണ്ടണ്ട, സ്ത്രീ പീഡനത്തിന് ജയിലിലാവും. ആ മാത്രം മനസ്സിലാക്കി. പുരുഷവണ്ണ, ഇതെന്താണെന്നറിയാമോ? ഇതെന്താ? പുതിയ പാന്റും ഷർട്ടും. അല്ല, ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടകയ്ക്ക് എടുത്തോണമെന്നാണോ? ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ. ഞാൻ പാന്റും ഷർട്ട് ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ അല്ലേ?
അണ്ണന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വേണ്ടേ? പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65-കാരൻ അറസ്റ്റിൽ. നഗരത്തിൽ പട്ടാപകൽ മോഷണം. 4 യുവാക്കളെ പോലീസ് തിരയുന്നു. എന്താ രാവിലെ എന്നെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ? മനുഷ്യരെ പേടിപ്പിക്കാൻ. ആ ഭരണ പോലെ വരെ ഇരിക്കണം. ഇന്ദിരാനഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടേച്ച് വരാം. വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആള് തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആള് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. കഷ്ടം നോക്ക്. എന്തുവാ ചേട്ടാ ഇത്? പിന്നെ കാണാം. കൈമളേട്ടാ, ആരാ? എന്താ വേണ്ടത്? ഇത് വീട് മാറിപ്പോയി തോന്നുന്നു. ഇത് കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായിടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷേ ഇത് ഇവിടെ നിന്ന് മാറ്റി വെച്ചോ എന്നൊരു സംശയമുണ്ട്. അപ്പുറത്തെങ്ങാനുണ്ടോ? പോകാൻ വരട്ടെ. ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ RC കൈമൾ എന്ന ഒരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡാവേ. കുറച്ച് മരുന്ന് കുടിക്കുന്നത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാര് പിച്ചയ്ക്ക് ഇറങ്ങിയ പോലെ. ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ, ഇവിടെ ആരുമില്ല. ഞങ്ങൾക്ക് ആരും വേണ്ട. പോണ്. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ RC കൈമള്. ഏത് RC കൈമള്? ബാങ്കിലെ മാനേജർ. നമ്മുടെ നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ 4 പാൽക്കള്ളന്മാരെ കുറിച്ച്? അത് ഉമ്മാരാണ് വിടരുത്. പാന്റ് ഷർട്ട് എന്റെ വീട്ടിൽ കളവ് പോയതാ. ഞാൻ ഊരടാ, ഊരടോ. നിർത്തണം, നിർത്തണം കേട്ടാ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവരുടെ കൂടെ പൊയ്ക്കോ. ഈ നിരപരാധിക്കുന്ന വഴിമാറി തരും. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി. വഴി തരൂ. പോവാ. ഊരടാ. ഊരാം. ഇതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. പിടിച്ചോ. പാൻ ഊരാം. അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകെ നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ CK ഒന്ന് കണ്ടല്ലോ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറയക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാള് ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന് അടി കൊള്ളുന്നതിലും ഏതാ. ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതില് സോഡ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലല്ലേ? ശരി, അപ്പോ ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജയ്സാ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ചിക്കനും പോന്നു. ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി. നീ നിന്റെ വീട്ടില് നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ, കൈയ്യക്കട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കടാ.
ആരാണ് നിങ്ങളുടെ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടാ ചേട്ടൻ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനല്ലേ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ചാ? അതെ, ഈ ചിക്കനും റമ്മോ ഒക്കെ വാങ്ങിച്ചെന്ന ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചാൽ നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന 2 യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, സഹായിക്കണം ചേട്ടൻ. അത് ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാലുകുത്തിയാ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ വാ. ഓ. അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. അതെ. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം. കള്ള പിള്ളേര്. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്? എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ചാ ഇപ്പൊ. ഇത് കുറവാ. എവിടെ? ഓക്കെ, ഗുഡ് ഒന്ന് വേഗം മാറാ. വേഗം വന്ന് ചവിട്ടി തന്നെ. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ലേ ഇന്ന്? പ്രേതോ? കള്ളു പിടിച്ചപ്പോ നിനക്ക് മെന്റലായ? ഉറങ്ങടാ. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. പോയിക്കിടന്ന് നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. കൈവിട കൈവിട. നീ അവിടെ എന്തോന്ന്? ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇവിടെ എന്തായിരുന്നു? ഒരു ചേട്ടാ, വേണ്ടടാ. കടിച്ചു. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ? പ്രേതാ. കൂട്ടുകാരുടെ പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴി തന്നെ വിട്ടോ. ഇതേ ഞങ്ങൾ 2 ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള 2 ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. വാ. പ്ലീസ്. ചെല്ല്. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ്സ് ആവല്ലേ? ഊരും പേര് അറിഞ്ഞാത്തൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രയ്ക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ, പോ, പോയി കിടന്നുറങ്ങ്. പോ. കൈ വീട്. ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ചു വിടാതെ ഒരു മെഴുകി എടുത്ത് കത്തിരടാ. എവിടെ നീ വെച്ചാണ് എഴുതി പറ്റിയും? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. കിട്ടി. ഇയാൾ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ ആ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. നീ പിന്നെ ആ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ? ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ്, ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ. പാവാടേ. നേരം വെളുക്കണം പോർന്ന് വിട്ടോളണം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം.
കട്ട് കഴിഞ്ഞ്. പാവ ഉറങ്ങാ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ, നിന്നെ ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ പെണ്ണ് പോയോടാ? ഏത് പെണ്ണ്? അവള് പോയില്ലേ? ആവോ. വാ. പോയാ? എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? എന്ത്? നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇയാളിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നു. പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ, കുടിച്ചോ? ചായ ആരോട് ചോദിച്ചിട്ടാ ഈ ഷർട്ട് മുണ്ട് കൊടുത്തിട്ട്? അല്ലടാ ഡി. ഞാൻ പെണ്ണല്ലടാ. പോടാ. എന്റെ ഡ്രസ്സ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മച്ചാടിയായിരിക്കും. ചെന്നപ്പനെ പറയാൻ വേണ്ട. ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. ഗുഡ് മോർണിംഗ്. എന്താടാ പിള്ളേരെ, പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാ. ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകണമെന്നില്ല, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതി, ഏ? അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, എന്തു പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. എന്തേ? ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ടതാ, ഒരുമാതിരി ആശുപത്രിയിൽ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട് ഒരു പെണ്ണി ജനലിന്റെ അവിടെ ഇരിക്കുന്നത്. അതെ ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. എഫക്ട്സോട് ചേട്ടത്തി, അർദ്ധരാത്രിയാവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം പിള്ളേരെ വിടന്നെ. പേടിയാവുള്ളൂ. അവിടെ വീണ്ടും പോയാ? വീട് പറയണ്ടേ? നീ കാരണം മനുഷ്യരോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊക്കോളാം എവിടെയെങ്കിലും നീ. ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. അതെന്തായാലും ശരിയാവില്ല. എന്ത്? ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാരങ്ങൾ ചെയ്യും? എന്റെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല. മായ. ബ്യൂട്ടിഫുൾ നൈറ്റ്. എനിക്കിഷ്ടായി. അപ്പോ എന്തോ ഇവിടെ വാടാ. ദേ വരുന്നുടാ. പോട്ടെ. അതെന്താ? എന്താടാ? ഇനിയിപ്പോ അടുത്ത കുറിച്ച് ഏതാണാവോ? വാതിലും അടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നെനിക്കറിയാം. ചേട്ടൻ വിചാരിക്കുന്നല്ലോ ഒരു പ്രശ്നം. പിന്നെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു അല്ലേ? അതെ. ഒന്ന് മാറിയെന്ന് പോട്ടെ. എന്നെ വിട്, എന്നെ ഒന്ന് വിട്. ഒന്ന് തൽക്കാലം വിട്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ നിന്ന് സംസാരിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഏതാണ് പിടിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ വല്ല നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ വല്ല കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. എന്നെ വിടോ, എനിക്കൊന്ന് 3 വേണമെന്നേ. 3 അല്ല 2. അത് കളാ. ഇയാളെ എപ്പ നോക്കിയാലും അത് കള അത് കളാന്ന് പറയണ്ടല്ലേ. അതെ കളയണ്ടേ? നിനക്ക് സൗകര്യമുള്ളത് കളാ. എനിക്ക് അത് ശരി, അത് കളയാനാണല്ലേ. വിശാലമായ മുറി. ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ? അത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനിവിടെ താമസിക്കാം. ഉള്ള കൂട്ടിന് ഇപ്പൊ അധികം. ഈ മുറി അടച്ചിട്ടിരിക്കുക? അല്ല, മുറി പൂട്ടിയിട്ടിരിക്കുക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ച റൂമായിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷെ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. വാ, പറഞ്ഞു ചെല്ല്, പറഞ്ഞു തരട്ടോ. ചെല്ല് ചെല്ല്. അത് പൂട്ടിടണ. അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ.
ഓഹോ, എന്തൊരാശ്വാസം. ഞങ്ങൾക്കും. ആ, നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവലയിൽ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അത്തുകളാ. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്കത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പാ? അപ്പോ ഞങ്ങള് വെളിയിലോട്ടൊന്ന് പോവുക അല്ലേ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ? ഇനി ആരും വരില്ല അല്ലേ? എന്നാ വാ. ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടാ, സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഇന്ന് പുരുഷേട്ടൻ വന്ന ദിവസമായതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, എന്നാ വാ 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 പോവാം. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതാ കണ്ടോ, നല്ല 1.5 ഏക്കർ റബ്ബർ തോട്ടവാ. മിൽമയേക്കാൾ പാല് കിട്ടും. മകളുടെ കല്യാണത്തിന് കാശില്ലാത്തതുകൊണ്ടാ തന്നപ്പടി ഈ വിലക്ക് തരാന്ന് പറഞ്ഞത്. ആഹാ, നല്ല ഐശ്വര്യമുള്ള വീടാ നമ്മളെ മറിയാമ്മച്ചേടത്തിയുടെ. വന്ന് താമസമാക്കിയപ്പോഴേ ചാൻസ് കിട്ടി കിട്ടി. ശരിക്കും ഇന്നലെയും കിട്ടി. അതാരുമില്ല. തഴച്ചു വളർന്ന് കൊലച്ചു മറിഞ്ഞിരിക്കുകയല്ലേ. 13 കോടി രൂപയുടെ യൂറിയ കുംഭകോണം അല്ലേ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. അതെ. അപ്പോഴേ മഴുവേലി, ഈ പുളിച്ച രാഷ്ട്രീയവും ബലാത്സംഗവും ഒക്കെ ആയി തെണ്ടി നടക്കാതെ ഈ വസ്തു മറച്ചു വെക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെട്ടു. അടുത്ത ആഴ്ച പൂത്ത പണവുമായിട്ട് ജസൈ ജാഫർ ഖാന്റെ 2 സുഹൃത്തുക്കൾ വരണം. ദാവൂദിന്റെ ബിനാമികളാ. ഞാനൊരു പിടിപിടിച്ച് നോക്കാം. എന്നാ ഒന്ന് പിടിച്ചു നോക്കാം. കുറെ ഏമാമാരുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിന്റെ പിന്നാലെ വായി നോക്കി നടക്കാൻ. വായി നോക്കി നടക്കണത് നീയടാ. എങ്ങാണ്ടെന്ന് വന്ന 2 പീറ പിള്ളേരെ കണ്ട് നീ ഒന്നും ഞെളിയണ്ട. എനിക്ക് ചായ വാങ്ങിച്ചരാൻ നിന്നിരുന്ന അവന്റെയൊക്കെ പിന്നാലെ തലേ ചോദിച്ചു നടക്കുന്ന നിനക്കൊന്നും എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയില്ലടാ. വിൽസൺ പാറയക്കാരന് ആർക്കും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എടാ നന്ദി കേട്ടവനെ. ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വേസ്റ്റ് ചെയ്യുവാ. യാത് മന്ത്രി? വണ്ടി കേറടാ. നമ്മുടെ മന്ത്രി. വാ പോകാം. പാറ പാറ അല്ല, ഇവിടെ പാറ പാറ വന്ന് കേരള പാറ പാരയൊന്നും വിചാരിച്ചില്ല. വയ്ക്കാം വയ്ക്കാം. അങ്ങോട്ട് നീങ്ങിരിക്കും. ആരാടോ ഈ പുതുമുഖങ്ങള്? ഇവന്മാരെ നമുക്ക് ഭീഷണിയാവോ? ഇവന്മാരുടെ കാര്യം എനിക്ക് വിട്, ഞാൻ ഡീൽ ചെയ്തോളാം. ആ ബോർഡ് ഇങ്ങനെ എടുക്കടാ. ആ ബോർഡ് എടുത്ത് ഇങ്ങോട്ട് തൂക്കടാ. ഇവിടെ അവിടെ വെക്കേ. റൈറ്റ് ഫോർ ടെലിഫോൺ എക്സ്ചേഞ്ച്. എങ്ങനെയുണ്ട്? ഐഡിയ. എന്താ വൈകിയത്? ഇന്ന് ഞങ്ങള് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ദിവസമല്ലേ, അതുകൊണ്ട് തിരക്കിലായിരുന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇവിടെ ആരും ആർക്കും വേണ്ടിയും കാത്തിരിക്കണ്ട. ഇയാള് വല്ലതും കഴിച്ചോ? കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചേക്കല്ലേ. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. പിടിക്ക്. അങ്ങോട്ട് പറ. ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. കൊണ്ടുപോയി കഴിക്കും. കൊണ്ടുപോയി കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാ. എന്തിനാ കരയണേ? വല്ലാതെ വിശന്നുണ്ടാവല്ലേ? നിനക്കെന്താ അവിടെ പണി? എടാ, ഈ കുട്ടി ഇരുന്ന് കരയണ്ട. കരയുന്നെങ്കിൽ കൂടെ ഇരുന്ന് കണ്ണീര് കുറച്ചു കൊടുക്ക്. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, നേരം വെളുക്കുന്ന സ്ഥലം വിട്ടോളണം. കഴിച്ചോട്ടോ.
ഈ 2 ദിവസം ഞാൻ മറക്കില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടുന്നുള്ള എന്റെ യാത്ര വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കാം. എവിടെ മായയോട് നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാല് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഞങ്ങൾ 2 ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഒരു പെൺകുട്ടിയോട് താമസിക്കാന്ന് വെച്ചാല് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മായോട് പോണ്ട. നമുക്ക് സാവകാശം ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വരൂ, ധൈര്യമായിട്ട് വരൂ.